ചെമ്മീൻ വെച്ച് കുറച്ചധികം വിഭവങ്ങളായില്ലേ. കൂട്ടത്തിലേക്ക് ഇതൊരു ചെമ്മീൻ ബിരിയാണിയും കൂടെ. ആദ്യം ചെമ്മീൻ വൃത്തിയാക്കിയെടുക്കാം. തല മാറ്റി വെക്കണേ, സ്റ്റോക്ക് ഉണ്ടാക്കാനാണ്. ഇനി ചെമ്മീനിലേക്ക് മഞ്ഞളും മുളകും കുരുമുളക് പൊടിയും കുറച്ച് ചെറുനാരങ്ങ നീരും ഉപ്പും ചേർത്ത് തിരുമ്മി മസാല പിടിക്കാനായിട്ട് വെക്കാം. തല മാറ്റി വെച്ചിരുന്നില്ലേ, അത് ചോറിന് ചെമ്മീൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് പകുതിയാക്കി വറ്റിച്ചെടുക്കാം. ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് സവാള അണ്ടിപ്പരിപ്പും വറുത്ത് വരാം. ബിരിയാണിയിൽ ഉണക്കമുന്തിരി കൂടുതലിടുന്നതാണ് എനിക്കിഷ്ടം, പക്ഷേ ഇത്തവണത്തേക്കില്ല, അടുത്ത തവണ കൂടുതലിടാം. കുറച്ചെണ്ണം മാറ്റി വെക്കുന്നുണ്ട്. ബാക്കിയുള്ളിലേക്ക് മസാല തച്ച ചെമ്മീൻ 1-2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് വറുത്തെടുക്കുക. ഒന്ന് നിറം മാറിയാൽ മതി. ഇതേ എണ്ണയിൽ തന്നെ മസാല ഉണ്ടാക്കാം. സവാളയും ചെറിയുള്ളിയും വഴറ്റാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും കൂടി ചേർത്ത് വഴറ്റാം. തക്കാളി ചേർക്കാം. മസാലയ്ക്കുള്ള ഉപ്പും മല്ലിയിലയും പുതിനയിലയും ഇടുന്നുണ്ട്. ഇതിലേക്ക് മസാലപ്പൊടികൾ അധികം വേണമെന്നില്ല. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും കുറച്ച് മാത്രം മതി. ഇതൊന്ന് എണ്ണയിൽ വാട്ടി വെള്ളമൊഴിച്ച് തക്കാളി ഒന്ന് ഉടയുന്നവരെ തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് വറുത്ത് വെച്ച ചെമ്മീനും കൂടെ ചേർക്കാം. 1 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് കോരി വെച്ച സവാളയും കൂടെ ചേർത്ത് ഇളക്കിയിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ മസാല ആയി. ഇനിയിപ്പോൾ റൈസും കൂടെ ഉണ്ടാക്കണം. നെയ്യും സവാള വറുത്തെണ്ണ കുറച്ച് ബാക്കിയുണ്ട്, അതും കൂടെ ഒഴിക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, പെരിഞ്ചീരകം ഇടാം. കഴുകി വരിയ കൈമേരി നെയ്യിലിട്ട് 1 മിനിറ്റ് ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇതിലേക്ക് നേരത്തെ തല വേവിച്ചിട്ടെടുത്ത് സ്റ്റോക്ക് ഉണ്ടല്ലോ, അതൊഴിക്കാം. ബാക്കി വെള്ളവും കൂടി ഒഴിക്കാം. ഉപ്പിടാം. കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതും കൂടി ഇട്ട് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ ഇത് റൈസുമായി. ഇനി ദമ്മിടാം. ഒരു പഴയ പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് ദമ്മിടാനുള്ള പാത്രം വെക്കാം. ചെമ്മീൻ മസാല നിരത്തിയിട്ട് കൊടുക്കാം. ബാക്കി വെച്ച് സവാള വറുത്തത് ഇപ്പോൾ എടുക്കാം. ഇതിന് മുകളിലായി റൈസ് ഇടാം. സവാളയും അണ്ടിപ്പരിപ്പും നെയ്യും ഗരം മസാലയും മല്ലിയിലയും പുതിനയിലയും ഇടാം. ആവി പുറത്തു പോകാതെ ഫോയിൽ പേപ്പർ വെച്ച് അടച്ച് ചെറുതീയിൽ ആവി കയറ്റിയെടുക്കാം. അടുപ്പ് തൊട്ട് നോക്കുക. ചൂടായിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എനിക്ക് മസാലയൊക്കെ ചേർത്തിളക്കിയ ബിരിയാണിയാണ് ഇഷ്ടം, അതുകൊണ്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. ഇനി ഇത് സാലഡും അച്ചാറും ചമ്മന്തിയും വേണമല്ലൊരു പപ്പടമൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം.